ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം കൊതിപ്പിക്കും. അതൊട്ട് നടക്കുകയുമില്ല. ഇപ്പോൾ വക്താവായി നിന്ന് ചാനലുകളിൽ കയറി പ്രസംഗിക്കുമ്പോൾ സ്വന്തം മേന്മകളെക്കുറിച്ച് ഉണ്ണിത്താന് നല്ല ബോധ്യമുണ്ട്. മഞ്ചേരി സംഭവം മുതൽ ശ്വേതാ മേനോൻ സംഭവം വരെ ഉണ്ണിത്താൻ വിലയിരുത്തുന്നു. ഞാൻ 1968 കോൺഗ്രസ് പൊളിറ്റിക്സിൽ വന്നവനാണ്. ഇപ്പം 46 വർഷം ഞാൻ പൂർത്തിയാക്കി. ഞാനൊരു യൂണിറ്റ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നാണ് AICC മെമ്പർ ആയത്. അതിന് പടവുകൾ ചവിട്ടി കയറിയിട്ടാണ് വന്നത്. നിരവധി വർഷക്കാലം ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ സേവാദൾ ചെയർമാനായിരുന്നു. ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു സേവാദളിൻ്റെ. 92 എലക്റ്റഡ് AICC മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ. അല്ലല്ലോ, അല്ല ഉണ്ണിത്താനല്ലോ. ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ 10-18 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വരെ 10 പൈസയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് 1 രൂപ സർക്കാരിൻ്റെ വാങ്ങിക്കാത്ത കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പം ഞാനൊരു സ്ഥാനമോഹിയാണെന്നോ അല്ലെങ്കിൽ ഈ പാർട്ടി എന്തെങ്കിലും എനിക്ക് ഒരു ഔദാര്യം ചെയ്തെന്നോ എന്ന് ആർക്കും പറയാനാവില്ല. അല്ല, ഇതാര്? നമ്മുടെ കുഞ്ചാക്കുട്ടിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല സ്നേഹബുദ്ധിയായി എന്നോട് ആവശ്യപ്പെട്ടാണ് പാലക്കാട് പാർലമെന്റ് ഉണ്ണിത്താൻ മത്സരിക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ച ഒരാളാണ്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അപ്പം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും അല്ലെങ്കിൽ ഒരു MLA ആകലും മന്ത്രിയാകലും ഒന്നും എൻ്റെ അജണ്ടയിൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൊല്ലം സീറ്റിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഹൈക്കമാൻഡ് അടുത്ത തവണ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാലും ആ കൊല്ലം പാർലമെന്റ് സീറ്റ് ഞാൻ സ്വീകരിക്കത്തില്ല, ഞാൻ മത്സരിക്കത്തില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ ആകെ എന്നെക്കുറിച്ച് പറയാൻ എൻ്റെ രാഷ്ട്രീയ പ്രതിയോൾ ചൂണ്ടിക്കാട്ടിക്കുന്ന മഞ്ചേരി സംഭവമാണ്. അവിടെ എന്നോടൊപ്പം വന്നത് സേവാദളിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയലക്ഷ്മിയാണ്. വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, അതിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്. ആ കുടുംബത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു അപമര്യാദയ സംഭവം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ കുടുംബം പറയട്ടെ. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് പരാതിയില്ല, എൻ്റെ മക്കൾക്ക് പരാതിയില്ല, പെൺകുട്ടിക്ക് പരാതിയില്ല, അതിൻ്റെ അച്ഛനില്ല, അമ്മയ്ക്കില്ല, കുടുംബത്തിൽ ആർക്കുമില്ല. ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? ആ നിയമത്തിൽ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റുമെന്ന് ആരാ പറയുന്നത്? ഓ, നീയാണോ? ലിവിങ് ടുഗദർ ആകാമെന്ന് പറയും. ഈ അടുത്ത കാലത്ത് ശ്രീ MG ശ്രീകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും വർഷങ്ങളോളം ലിവിങ് ടുഗദർ ആയിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചത്. അപ്പോൾ അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നിയമം അറിയാത്തവർ ഒരു വ്യക്തിയെ അപമാനിക്കാൻ, അതും എന്നെ അപമാനിക്കാൻ ഒരു സ്ത്രീയാണ് അവർ കരുവാക്കിയത്. നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മഞ്ചേരി സംഭവത്തെക്കുറിച്ച് പിണറായി വിജയൻ വേണേൽ അന്വേഷിക്കാം, കോടിയേരിക്ക് വേണേൽ അന്വേഷിക്കാം, അച്യുതാനന്ദന് വേണേൽ അന്വേഷിക്കാം. ആരന്വേഷിക്കുന്നോ അവരെ ഞാനത് ചുമതലപ്പെടുത്താൻ അന്വേഷിച്ചോട്ടെ. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത ഞാൻ പറയാം. വ്യക്തിഹത്യ ഒരു ശീലമാക്കി നമ്മുടെ ആളുകൾ മാറ്റിയിരിക്കുകയാണ്. വെള്ളം വെള്ളം കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇത് ഒരു ഇഡിയറ്റ് ബോക്സ് എന്നറിയപ്പെടുന്ന ഈ TV, അവരുടെയൊക്കെ സ്വീകരണ മുറിയിൽ നിന്ന് TV എടുത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അതിശക്തമായി TVക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി വരുന്ന വാർത്തകൾ, ദൃശ്യങ്ങൾ അവിശ്വസനീയമാണ്. പല വാർത്തകളും ദൃശ്യങ്ങളും അവിശ്വസനീയമാണ്, മലീമസമാണ്. കഴിഞ്ഞ 3-4 മാസക്കാലമായി ഈ വാർത്തകളും ദൃശ്യങ്ങളും കണ്ടും കേട്ടും ആളുകൾ മടുത്തിരിക്കുന്നു. ഇതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച്, വസ്തുനിഷ്ഠതയെക്കുറിച്ച് ആളുകൾക്ക് ഇപ്പോൾ സംശയമുണ്ട്. അതുകൊണ്ട് ഇപ്പം TVകളിൽ വരുന്ന പല വാർത്തകളിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് ജനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു ആക്കിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തെ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും?
ദൃശ്യമാധ്യമങ്ങളുടെ അമ്മാതിരി പരിപാടികൾ ഉണ്ണിത്താന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇനി അവസാനിപ്പിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല. ഇതിന്റെ കോപ്രായങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നു തുടങ്ങിയിട്ടുമുണ്ട്. സോണിയയും മോഡിയും പ്രാദേശിക പാർട്ടികളെ വരുതിയിലാക്കാൻ പരക്കം പായുന്നതിനിടെ CPIMകാർ മൂന്നാം മുന്നണിക്കായുള്ള സാഹസികതകളിലാണ്. ഇനി മൂന്നാം മുന്നണിയുടെ സർക്കസ് കൂടാരത്തിലേക്ക് പോകാം. Here we go. That's it. ഏത് പാർട്ടി ആരുടെ കൂടെ കൂടുമെന്നൊന്നും ഇപ്പോൾ ഊഹിക്കാൻ പോലും കഴിയില്ല. പണ്ടത്തെ പോലെ മൂന്നാം മുന്നണി എങ്ങാനും വിജയിച്ചാൽ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഏത് സർക്കസ് വിദഗ്ധനാകും കയറിയിരിക്കുക എന്നതാണ് കൗതുകം. പ്രാദേശിക ബലത്തിൽ വിലപേശി എത്തിയാൽ ആർക്കും പ്രധാനമന്ത്രിയാകാം. കൂടുതൽ സർക്കസ് ഇനങ്ങൾക്കായി കാത്തിരിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർണ്ണമാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.